നമസ്കാരം. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് മുൻ MLA മന്ത്രി കൂടിയായിരുന്ന ഗണേഷ് കുമാർ അഴിച്ചുവിട്ടത്. ഇത് കേരള രാഷ്ട്രീയത്തിൽ വല്ലാണ്ട് ചർച്ചാ വിഷയമായിരുന്നു. ഇതിന് മറുപടിയുമായി പിന്നീട് സുകുമാരൻ നായർ വന്നെങ്കിലും അദ്ദേഹം ഗണേഷ് കുമാർ പറഞ്ഞ രീതിയിൽ അതിരൂക്ഷമായ വിമർശനമൊന്നും നടത്തിയില്ല. എന്നാലും ചെറിയ രീതിയിൽ വിമർശിച്ച് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയുകയും ചെയ്തു. പക്ഷെ അതേസമയം ഗണേഷ് കുമാർ അദ്ദേഹത്തെ ഒരു മുൻ സിനിമാ നടൻ എന്നുള്ള രീതിയിൽ ഹാസ്യം എന്നോണം എങ്ങനെയാണ് സുകുമാരൻ നായർ ഒരു ആള് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എന്നുള്ളതും, ആളെ കണ്ടാൽ യാതൊരുവിധ മുഖഭാവവും കാണിക്കാണ്ട്, യാതൊരുവിധ സഹാനുഭൂതിയും കാണിക്കാണ്ട്, മുഖത്തിൽ പോലും യാതൊരുവിധ എക്സ്പ്രഷനും ഇല്ലാണ്ട് എത്തരത്തിലുള്ള ആൾക്കാരെ സ്വീകരിക്കുന്നത് എന്നുള്ള തരത്തിലെല്ലാം അദ്ദേഹം ഹാസ്യരൂപേണ ഒരു ആക്ടിങ് എന്ന രീതിയിൽ നാടകമെന്നോണം പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ, ദൃശ്യമാധ്യമങ്ങൾക്ക് മുമ്പിൽ പരസ്യമായി കാണിച്ചിരുന്നു. ഇത് പിന്നീട് ചർച്ചാ വിഷയമായിരുന്നു. കാരണം NSS ജനറൽ സെക്രട്ടറി എത്രത്തോളം വലിയ ബഹുമാന പദവിയിലിരിക്കുന്ന ഹൈന്ദവ സമൂഹത്തെ, ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട രണ്ട് വിഭാഗമാണ് NSSഉം അതേപോലെ SNDPയും. ഒന്ന് വെള്ളാപ്പള്ളി നടേശനും മറ്റൊന്ന് സുകുമാരൻ നായരും. രണ്ടുപേർക്കും കേരള സമുദായത്തിൽ, കേരള സമൂഹത്തിൽ, കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ കൃത്യമായ സ്വാധീനമുള്ള, അല്ലെങ്കിൽ അത്രയേറെ ബഹുമാനം കിട്ടുന്ന നേതാക്കന്മാരാണ് ഇരുവരും. രാഷ്ട്രീയ വിഷയങ്ങളിൽ സമദൂര സിദ്ധാന്തം എന്നും മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ ഇന്നും മുമ്പോട്ട് വെക്കുന്ന നേതാവാണ് സുകുമാരൻ നായർ. മാത്രമല്ല ശബരിമല വിഷയത്തിലടക്കം പല വിഷയങ്ങളും കൃത്യമായി നിലപാട് പറയുകയും അതേസമയം തൻ്റെ രാഷ്ട്രീയ പിന്തുണ, അല്ലെങ്കിൽ NSSന്റെ രാഷ്ട്രീയ പിന്തുണ ആർക്കും ഇല്ലാണ്ട് സമദൂര സിദ്ധാന്തം എന്നുള്ള രീതിയിലാണ് പലപ്പോഴും അദ്ദേഹം കൊണ്ടുപോകാറുള്ളത്. പക്ഷെ അതിൽ നിന്ന് തന്നെ പല രാഷ്ട്രീയത്തിൽ പല ആൾക്കാരും പറയാനുള്ളത് NSSന്റെ വോട്ട് സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസിനാണെന്നുള്ളതും, ബാക്കി വരുന്ന വോട്ടുകൾ NSSന്റെ നല്ലൊരു ശതമാനം വോട്ട് കോൺഗ്രസിനും പിന്നീട് വരുന്ന വോട്ടുകൾ BJPയിലോട്ടാണ് പോകാറുള്ളത് എന്നുള്ളതും, SNDPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട വോട്ടുകളെല്ലാം ഒരു 90% വോട്ടുകൾ LDFന്റെ അല്ലെങ്കിൽ CPMന്റെ ഭാഗമാണെന്നുള്ളതും, ബാക്കിയുള്ളത് സ്പ്ലിറ്റ് ആയിക്കൊണ്ട് കോൺഗ്രസിനും മറ്റ് BJP ഘടകകക്ഷികൾക്കും എല്ലാം പോകുന്നുള്ള രീതിയിലാണ് പറയപ്പെടാറുള്ളത്. പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി പിണറായി വിജയന് അനുകൂലമായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞപ്പോഴും കൃത്യമായി രാഷ്ട്രീയമായിട്ടുള്ള വിദൂര അല്ലെങ്കിൽ ദൂരസിദ്ധാന്തം, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള നടപടിയാണ് അദ്ദേഹം എടുത്തിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി VD സതീശനാകുന്നതിൽ അദ്ദേഹം പല ഘട്ടങ്ങളിൽ വിയോജിപ്പും രേഖപ്പെടുത്തിയിരുന്നു. എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ രാഷ്ട്രീയ വിഷയം എന്ന് പറയപ്പെടുമ്പം അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഗണേഷ് കുമാർ നടത്തിയിട്ടുള്ളത്. മാത്രമല്ല അഴിമതി ആരോപണം അടക്കം ഈ പറഞ്ഞ പോലെ സുകുമാരൻ നായർക്കെതിരെ ഉന്നയിച്ചു എന്നുള്ളതാണ്. ഇതൊന്നും കൂടാണ്ട് NSSന്റെ സുപ്രധാന പദവിയിലിരുന്നു കൊണ്ട് അദ്ദേഹം വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള തരത്തിലും, അതുപോലെ തന്നെ സംഘടനാ ചട്ടക്കൂടുകൾ അനുസരിച്ചല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിലെല്ലാം ഗണേഷ് കുമാർ അതിരൂക്ഷമായി വിമർശനം നടത്തുന്നു. അതേസമയം തന്നെ നായർ സംരക്ഷണ സമിതിയുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. NSSന്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ട ഈ സമാന്തര വിഭാഗമായ നായർ സംരക്ഷണ സമിതി അവർ കൃത്യമായ പ്രതിഷേധം സുകുമാരൻ നായർക്കെതിരെ നടത്തുന്നുണ്ട്. പതാക ദിനത്തിൽ പെരുന്നയിൽ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താനാണ് ഇവരുടെ നിലവിലെ തീരുമാനം. അപ്പോൾ ഇത്തരത്തിൽ സമാന്തര ഗ്രൂപ്പുകാർ തന്നെ പരസ്യമായി ഇപ്പോൾ ഗണേഷ് കുമാറിന് പിന്തുണയുമായി രംഗത്ത് വരുന്നു. മറുവശത്ത് സുകുമാരൻ നായർ അംഗീകരിക്കുന്ന NSSൽ നല്ലൊരു വിഭാഗം ജനങ്ങളും അതിനെതിരെ ഗണേഷ് കുമാറിനെതിരെ പരസ്യമായി പോർവിളി കൂട്ടുന്നു. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന രീതിയിലോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് ഏറ്റവും പുതിയ വിവാദമെന്നോളം പുതിയ വിവാദത്തിന് തിരികൊളുത്തി നടൻ അനൂപ് ചന്ദ്രന്റെ ഒരു ആരോപണം കൂടി, അദ്ദേഹത്തിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് അഥവാ Facebook പോസ്റ്റ് കൂടി രംഗത്ത് വരുന്നത്. സുകുമാരൻ നായരെ വിമർശിച്ചതിന് പ്രതികാര നടപടിയായി തന്റെ സഹോദരന്റെ ഭാര്യയെ NSS സ്ഥലം മാറ്റിയെന്നാണ് അനൂപ് ചന്ദ്രൻ ഫേസ്ബുക്കിലൂടെ പറഞ്ഞത്. മാത്രമല്ല ഈ വിഷയം ബന്ധപ്പെട്ട് NSS പലപ്പോഴും കൃത്യമായിട്ടുള്ള മൗനമാണ് പാലിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പലപ്പോഴും ഇത്തരത്തിലുള്ള വലിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സുകുമാരൻ നായർ കൃത്യമായ മൗനം പാലിച്ചിരുന്നു. ഇന്നലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ പരാതിയുണ്ടെങ്കിൽ, ഞാൻ ഇത്തരത്തിലുള്ള വലിയ അഴിമതി ചെയ്തു എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എനിക്കെതിരെ കോടതിയിൽ പോകണം, കോടതിയെ സമീപിക്കട്ടെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം മറുപടിയായി പറഞ്ഞത്. ഗണേഷ് കുമാറിനെതിരെ നടപടിക്ക് സാധ്യത എന്നുള്ള വാർത്ത കൂടി ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട്. കാരണം ഗണേഷ് കുമാറിനെതിരെ പത്തനാപുരം, കൊട്ടാരക്കര NSS താലൂക്ക് യൂണിയനുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ കരയോഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ആവശ്യവും പരസ്യമായിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ പ്രമേയം പാസ്സാക്കണം എന്നുള്ള തരത്തിലടക്കം പത്തനാപുരത്തടക്കം
പല ഭാഗങ്ങളിലും NSSനുള്ളിൽ തന്നെ പുകയുന്നുണ്ട്. മാത്രമല്ല പത്തനാപുരത്തെ പത്മ കഫേയുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ വലിയ തരത്തിൽ അഴിമതി ആരോപിച്ചിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുന്നുണ്ട് ഇരു വിഭാഗക്കാരും. ജി സുകുമാരൻ നായരുടെ നേതൃത്വത്തിൽ അങ്ങനെയും സിനിമാ നടന്മാരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ തിരിച്ചു. അപ്പം കാര്യങ്ങളെല്ലാം വലിയ തരത്തിലുള്ള പ്രശ്നത്തിലോട്ട് പോകുന്നു. അതിനിടയിൽ പലതരത്തിലുള്ള സ്വജനപക്ഷപാതം എന്നുള്ള തരത്തിലെല്ലാം വെറും +2 യോഗ്യത മാത്രമുള്ള സ്വന്തം ചെറുമകനെ 2 മാസം മുൻപ് ലാബ് അസിസ്റ്റന്റായി നിയമിച്ചു. ഇതിനു പുറമെ 44ഓളം പേർക്ക് സ്വന്തം താല്പര്യപ്രകാരം വിട്ടുവീഴ്ച ചെയ്ത് ജോലിയിൽ കയറ്റി എന്നുള്ള തരത്തിലെല്ലാം വലിയ തരത്തിലുള്ള ആരോപണമാണ് ഗണേഷ് കുമാർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുകൂടാതെ സാമ്പത്തിക ക്രമക്കേടുകൾ, ധനലക്ഷ്മി ബാങ്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹതയുണ്ടെന്നും സുകുമാരൻ നായർക്കെതിരെ കേസ് കോടതിയിൽ 89 തവണ മാറ്റിവെച്ചിട്ടുണ്ടെന്നും മാത്രമല്ല NSSന്റെ പണം ഉപയോഗിച്ചാണ് അഭിഭാഷകർക്ക് ഈ ഫീസ് എല്ലാം നൽകിയത് എന്നുള്ള തരത്തിലെല്ലാം വലിയ തരത്തിലുള്ള വിമർശനം വരുന്നുണ്ട്. ഏകാധിപത്യ പ്രവണതയാണ് ജി സുകുമാരൻ നായരുടെ മുഖമുദ്ര എന്നുള്ള രീതിയിൽ ആക്ഷേപണം വരുന്നുണ്ട്. ജനാധിപത്യ വിരുദ്ധമാണ് NSSനെ നയിക്കുന്നത്. അർദ്ധരാത്രിയിൽ താലൂക്ക് യൂണിയനുകൾ പിരിച്ചുവിടുന്നതിനുള്ള ഏകാധിപത്യ നടപടിയാണ് അദ്ദേഹം പലപ്പോഴും കാഴ്ചവെച്ചിട്ടുള്ളത്. ഇതൊരു ഹാസ്യരൂപേണ എന്നാണ് അദ്ദേഹം പലപ്പോഴും ഇന്നലെ മിഞ്ഞാന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാണിച്ചത്. രാത്രി 7 മണി കഴിഞ്ഞാലാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാവുക എന്നുള്ളതും ആ സമയത്തിന് അദ്ദേഹത്തിന് തോന്നിയ യൂണിയനുകൾ പിരിച്ചുവിടും. മാത്രമല്ല തെരഞ്ഞെടുപ്പ് ഗൂഢാലോചനയും പത്തനാപുരത്ത് ഗണേഷ് കുമാറിനെതിരെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ സുകുമാരൻ നായർ കൃത്യമായി ഇടപെട്ടു എന്നുള്ള തരത്തിലെല്ലാം വാർത്തകൾ വരുന്നുണ്ട്. മാത്രമല്ല ഇതൊന്നും കൂടാതെ ഗണേഷ് കുമാർ അഴിച്ചുവിട്ട മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം തമിഴ്നാട്ടിലെ കോളേജ് ഇടപാടാണ്. തമിഴ്നാട്ടിലുണ്ടായിരുന്ന ശ്രീ അയ്യപ്പ കോളേജിന്റെ ഇപ്പോഴത്തെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ചും അതിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും അന്വേഷണം എന്നുള്ള തരത്തിലെല്ലാമാണ് ഈ പറഞ്ഞ പോലെ ഗണേഷ് കുമാർ നിലവിൽ ജി സുകുമാരൻ നായർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു വിട്ടിട്ടുള്ളത്. ഇനി തിരിച്ചും ഗണേഷ് കുമാറിനെതിരെ ജി സുകുമാരൻ നായരും അദ്ദേഹത്തിന്റെ നേതൃത്വവും പലതരത്തിലുള്ള ആരോപണങ്ങൾ പല കാലഘട്ടങ്ങളിലായി ഉന്നയിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടതിലുള്ള നിരാശയാണ് അദ്ദേഹത്തിന് എന്നുള്ളത്. കാരണം MLA പോയി, മന്ത്രിസ്ഥാനം പോയി, ഒന്നുമല്ലാണ്ടായി. അപ്പം ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളും എല്ലാം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ ഒരു ഒന്നുമില്ലാണ്ടാകുമ്പോൾ കാണുന്ന ഒരു വിഭ്രാന്തി മാത്രമായിട്ടാണ് ഇതിനെ കാണേണ്ടതുള്ളൂ എന്നുള്ളതും അതിന് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതും മാത്രമല്ല സ്വന്തം പിതാവിനെ അപമാനിച്ച ചരിത്രം കൂടിയുള്ള നേതാവാണ് ഗണേഷ് കുമാർ എന്നും പല NSS നേതാക്കന്മാരും പറയുന്നുണ്ട്. സ്വന്തം അച്ഛനെ പോലും, അതായത് R ബാലകൃഷ്ണൻ പിള്ളയെ പരസ്യമായി ആക്ഷേപിപ്പിക്കുകയും അതുപോലെ തന്നെ അപമാനിക്കുകയും ചെയ്ത ഗണേഷ് കുമാറാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു നേതാവിന് ഇത്തരത്തിലുള്ള മറുപടി കൊടുത്താൽ മതി, എന്നപ്പുറത്തോട്ടുള്ള ഒരു ബഹുമാനം മാത്രം അദ്ദേഹത്തിന് ഗണേഷ് കുമാറിന് കൊടുക്കണ്ട എന്നുള്ള രീതിയിലെല്ലാം വരുന്നുണ്ട്. മാത്രമല്ല സംഘടനയെ തകർക്കാനുള്ള നീക്കം NSS നായർ സർവീസ് സൊസൈറ്റി എന്നറിയപ്പെടുന്ന ഈ സംഘടനയെ തീർക്കാനുള്ള അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യാനുള്ള നീക്കമാണ് ഗണേഷ് കുമാറിൻ്റെതെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല നിയമ നടപടിക്ക് ഗണേഷ് കുമാറിന് ധൈര്യമില്ല എന്നുള്ള തരത്തിലേക്ക്. അപ്പോൾ സംഘടനയെ ഇല്ലാണ്ടാക്കുക എന്നറിയപ്പെടുമ്പോൾ ഗണേഷ് കുമാർ തന്നെ പരസ്യമായിട്ട് പറഞ്ഞത് താൻ NSSനെതിരല്ല, താൻ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന അങ്ങേയറ്റം ബഹുമാനമുള്ള ഇഷ്ടമുള്ള ഒരു സംഘടനയാണ് NSS എന്നുള്ളതും. പക്ഷേ NSS എന്ന് പറഞ്ഞാൽ ജി സുകുമാരൻ നായർ എന്ന് പറഞ്ഞാൽ NSS അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നുള്ളതും NSS എന്നും നിലനിൽക്കണം എന്നുള്ളതും താൻ NSSന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതും. പക്ഷേ NSSനെ ഇപ്പോൾ കീഴടക്കിയിട്ടുള്ളത് വലിയ തരത്തിലുള്ള ഒരു ഏകാധിപത്യ പ്രവണതയിലൂടെ പോകുന്ന ഒരു നേതാവാണ് എന്നുള്ള തരത്തിലാണ് പൊതുവെ ഗണേഷ് കുമാറിന്റെ ആരോപണം. എന്തായാലും ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാകുന്നു എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ഇനി തിരിച്ചുള്ള മറുപടി എന്നും ഇതിന് മറുപടിയായി ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതും ഗണേഷ് കുമാറിനെ തിരിച്ച് NSSലോട്ട് എടുക്കുമോ എന്നുള്ളതും ജി സുകുമാരൻ നായർക്കെതിരെ സമാന്തര NSS നടത്തുന്ന പ്രതിഷേധം എവിടം വരെ എത്തും എന്നുള്ളതും ജി സുകുമാരൻ നായർക്കെതിരെ നിയമ നടപടിക്ക് ഈ പറഞ്ഞ പോലെ ഗണേഷ് കുമാറും അല്ലെങ്കിൽ സമാന്തര NSS നീങ്ങുമോ എന്നുള്ളതെല്ലാം കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതും നിയമ നടപടിയുമായി മുമ്പോട്ട് പോകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണാം.